നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കുരുക്കുമുറുകുകയാണ്. സോണിയയ്ക്കും രാഹുലിനുമെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇഡി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിധി പറയാനിരിക്കെയാണ് ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ സോണിയാഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് രാഹുലിനുമെതിരെ ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ കേസിൽ സോണിയ 1-ാം പ്രതിയും രാഹുൽ 2-ാം പ്രതിയുമാണ്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റേതാണ് നടപടി. എഫ്ഐആറിൽ രാഹുൽ, സോണിയ എന്നിവരെ കൂടാതെ സാംബിത് റോയയും മറ്റ് 3 വ്യക്തികളും പ്രതികളാണ്. അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മർച്ചന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് അനധികൃത പണമിടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ഈ മാസം 16-ന് വിധി പറയാനിരിക്കെയാണ് ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത്. 5 ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടുകൾ 2013-ലാണ് പുറത്തുവന്നത്. കേസിൽ 2022-ൽ രാഹുലിനെയും സോണിയയെയും ചോദ്യം ചെയ്തിരുന്നു. ജനം, ഡൽഹി.